ഹായ് ഓൾ, വെൽക്കം ടു MRH വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബ്രിക്ക് എർത്താണ്. ഒരു ബ്രിക്ക് എർത്ത് അല്ലെങ്കിൽ ബ്രിക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കളിമണ്ണിൽ നിർബന്ധമായിട്ടും അടങ്ങിയിരിക്കേണ്ടുന്ന ഒരു 5 ഘടകങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ 5 ഘടകങ്ങളും കൃത്യമായിട്ട് ആ ഓർഡറിൽ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളെ ഓർത്താൽ മതി. ആരാണത്? ഇത് സലീം കുമാർ. അപ്പോൾ ഈ സലീം കുമാർ എന്ന് പറഞ്ഞ ഈ ഒരു പേരിൽ സലീം എന്ന് പറഞ്ഞ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എസ് എന്ന് വെച്ചാൽ സിലിക്കയാണ്, എ എന്ന് വെച്ചാൽ അലുമിനയാണ്, അതുപോലെ തന്നെ എൽ ലൈം, ഐ ഫോർ അയൺ ഓക്സൈഡ് ആൻഡ് എം ഫോർ മഗ്നീഷ്യം. ഇപ്പോൾ കൃത്യമായിട്ടും ഈ ഒരു ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, കാരണം അതിൻ്റെ പെർസെൻറ്റേജ് ആ ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്ക്. എസ് എന്ന് വെച്ചാൽ സിലിക്കയാണ്, അതുപോലെ എ എന്ന് വെച്ചാൽ അത് അലുമിനയാണ്, ആൻഡ് എൽ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ലൈം, ഐ ഈസ് ഫോർ അയൺ ഓക്സൈഡ്, അതുപോലെ എം എന്ന് വെച്ചാൽ അത് മഗ്നീഷ്യമാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പേര് അല്ലേ, എന്താ പറഞ്ഞത്, അത് സലീം എന്നാണ്. ഓക്കെ, ആ ഒരു പേര് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഈ ഒരു ഓരോ ഘടകങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമ്മൾ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 പോയിന്റ്സ് ആണ് അവിടെ പറയുന്നത്. ഒന്ന്, ആ ഒരു ഇപ്പം നമ്മളൊരു സിലിക്കനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ സിലിക്കയുടെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് പറയും. അതുപോലെ തന്നെ ആ സിലിക്ക എന്ത് ഫംഗ്ഷനാണ് ഈ ഒരു ബ്രിക്ക് എർത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് പറയും. ഇനി സിലിക്ക കൂടിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ് ഈ ഒരു ബ്രിക്ക് എർത്തിന് ഉണ്ടാക്കുന്നത് എന്നുള്ളതും പറയും. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓരോന്നിൻ്റെയും കീഴിൽ നോക്കേണ്ടതുണ്ട്. നോക്കാം. ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് സിലിക്കയുടെ പെർസെൻറ്റേജ് അല്ലേ. സിലിക്കയുടെ പെർസെൻറ്റേജ് എത്രയാണ്? അത് 50 to 60% ആണ്. നമ്മുടെ ബ്രിക്ക് എർത്തിൽ 50 മുതൽ 60% വരെ സിലിക്ക ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി സിലിക്ക എന്ത് പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്? അത് ഇറ്റ് പ്രിവെൻറ്റ്സ് ക്രാക്കിംഗ്, ഷ്രിങ്കിങ് ആൻഡ് വാർപ്പിംഗ് ഓഫ് റോ ബ്രിക്സ്. റോ ബ്രിക്കിൻ്റെ ക്രാക്കിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ ഷ്രിങ്കിങ് ആൻഡ് വാർപ്പിംഗ്, ഈ 3 കാര്യങ്ങളും സിലിക്ക പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ സിലിക്ക കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ബ്രിക്ക് ബിക്കംസ് ബ്രിട്ടിൽ. ഈ ഒരു ബ്രിക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് എപ്പോൾ സിലിക്ക കൂടിക്കഴിഞ്ഞാൽ, കാരണം അതിൻ്റെ കൊഹിഷന് കാര്യങ്ങളൊക്കെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് നമുക്ക് അലുമിനയാണ്. അലുമിനയുടെ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ അത് 20 to 30% ആണ്. അലുമിന എന്ന് വെച്ചാൽ 20 to 30% ആണ്. ഇനി അലുമിന എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഇമ്പാർട്ട്സ് പ്ലാസ്റ്റിസിറ്റി ടു ക്ലേ. അതായത് നമ്മൾ ബ്രിക്ക് നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്ന ക്ലേക്ക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട് അല്ലേ. എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ബ്രിക്കിനെ ഏത് ഫോമിലേക്കും ആക്കി മാറ്റാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടിക്കാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുക അല്ലേ. അത് നമുക്കറിയാം, ആ ഒരു മോൾഡിനകത്തേക്ക് ഇട്ടിട്ട് ആ മോൾഡിൻ്റെ ഷേപ്പിലോട്ട് ഈ ബ്രിക്ക് ആയി വരണം എന്നുണ്ടെങ്കിൽ ആ ക്ലേക്ക് എന്ത് വേണം? പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വേണം. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അത് അലുമിനയാണ്. ഇനി അടുത്തത് നോക്ക്, അലുമിന കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ഇറ്റ് വിൽ ലീഡ്സ് ടു ഷ്രിങ്കിങ് ഓഫ് റോ ബ്രിക്സ്. റോ ബ്രിക്കിൻ്റെ ഷ്രിങ്കിങ്ങിലോട്ട് അത് പോകും എപ്പോൾ? അലുമിന കൂടിക്കഴിഞ്ഞാൽ. ഓക്കെ, ഈ 20 to 30% ഉള്ളിൽ നിൽക്കാതെ അതിൽ കൂടുതൽ അലുമിന വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് എന്ത്? ഷ്രിങ്കിങ് ഓഫ് റോ ബ്രിക്സ്. അപ്പോൾ 2 ഘടകങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സിലിക്കയുടെ കേസും അതുപോലെ തന്നെ അലുമിന. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ലൈമാണ്. സോ ലൈമിൻ്റെ കേസ് നോക്കുക. ലൈമിൻ്റെ പെർസെൻറ്റേജ് എത്ര പറഞ്ഞിട്ടുള്ളത്? 5% ആണ്. ലൈം 5%. അങ്ങനെ ലൈം എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് പ്രിവെൻറ്റ് ഷ്രിങ്കേജ് ഓഫ് ബ്രിക്സ് ഓൺ ഡ്രൈയിങ്ങിൻ്റെ സമയത്ത് ബ്രിക്കിൽ വരുന്ന ഷ്രിങ്കേജ് തടയും. ആര്? അത് ലൈമാണ് തടയുന്നത്. ഇനി ലൈം കൂടിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? മെൽറ്റിംഗ് ആൻഡ് ലൂസസ് ഇറ്റ്സ് ഷേപ്പ്. ഓക്കെ, ബ്രിക്ക് മെൽട്ടായിട്ട് ആ ഒരു ബ്രിക്കിൻ്റെ തനതായിട്ടുള്ളൊരു ഷേപ്പ് നഷ്ടപ്പെടാൻ ഈ ഒരു ലൈം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നമുണ്ട്. ഇനി അടുത്ത് നമുക്ക് അയൺ ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ 5 to 6% ആണ്. നമുക്കറിയാം അയൺ ഓക്സൈഡിൻ്റെ ഒരു കളർ എന്ന് വെച്ചാൽ അത് റെഡ് കളറാണ്. അപ്പോൾ നമ്മുടെ ബ്രിക്കിന് ആവശ്യമായിട്ടുള്ള റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അത് അയൺ ഓക്സൈഡാണ്. പക്ഷേങ്കിൽ അയൺ ഓക്സൈഡ് ഒരു പരിധിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അവിടെ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളറിലോട്ട് ബ്രിക്ക് പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ലൈമിനെ കുറിച്ച് പറഞ്ഞു. ലൈമിൻ്റെ പെർസെൻറ്റേജ് അത് 5% ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡ്രൈയിങ്ങിൻ്റെ സമയത്ത് ഷ്രിങ്കേജ് തടയും എന്നുള്ളത് പറഞ്ഞു. ഇനി ലൈം കൂടിക്കഴിഞ്ഞാൽ ബ്രിക്ക് മെൽറ്റ് ആകും എന്നുള്ള കേസും അവിടെ പറഞ്ഞു. അയൺ ഓക്സൈഡിൻ്റെ കേസിൽ അയൺ ഓക്സൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് റെഡ് കളറാണ്. റെഡ് കളർ അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രശ്നം? ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളറിലോട്ട് ഈ ഒരു ബ്രിക്ക് പോകുന്നതാണ്. സോ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മഗ്നീഷ്യയാണ്. സോ മഗ്നീഷ്യയുടെ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ അത് 1% ആണ്. അപ്രോക്സിമേറ്റ്ലി 1% എന്ന് പറയാൻ പറ്റും. ഒന്നിൽ കുറവാണ് മഗ്നീഷ്യ ഉണ്ടാവുക. ഇനി മഗ്നീഷ്യ എന്ത് പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്? അത് ബ്രിക്കിന് യെല്ലോയിഷ് ടിൻറ്റ് കളർ അല്ലെങ്കിൽ യെല്ലോയിഷ് ടിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മഗ്നീഷ്യയാണ്. ഇനി അത് മഗ്നീഷ്യ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ഡീക്കേയിങ് ഓഫ് ബ്രിക്സ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മഗ്നീഷ്യയുടെ കീഴിൽ നോക്കുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി 1% ആണ് മഗ്നീഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്, യെല്ലോയിഷ് ടിൻറ്റ്. അതുപോലെ മഗ്നീഷ്യ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു ഡീക്കേയിങ് ഓഫ് ബ്രിക്സ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 5 ഘടകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? അത് SALIM,
എന്ന് വെച്ചാൽ സിലിക്ക, അതുപോലെ തന്നെ അലുമിന, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മെഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു, അത് എന്ത് പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് എക്സസ് ആയുള്ള പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.